പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2021 ഫെബ്രുവരി 23 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളജ്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലും കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ഓരോ ദിവസവും കറണ്ട് അഫേഴ്സിന് വേണ്ടി അല്പസമയം മാറ്റിവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു എക്സാമിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. വിച്ച് സ്റ്റേറ്റ് ഹാസ് ബിക്കം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദി കൺട്രി ടു ടേബിൾ എ പേപ്പർലെസ് ബഡ്ജറ്റ്? പേപ്പർലെസ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി മാറിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. 2021 ഫെബ്രുവരി 22 ഉത്തർപ്രദേശ് ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥ് ആദ്യത്തെ പേപ്പർലെസ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു പേപ്പർലെസ് ബഡ്ജറ്റ് ഒരു സംസ്ഥാനം അവതരിപ്പിക്കുന്നത്. ഉത്തർപ്രദേശിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ സുരേഷ് ഖന്ന. ഹൗ മെനി കമ്പനീസ് ഹാവ് ബീൻ സെലക്റ്റഡ് ഫോർ ദി നാഷണൽ ടെക്നോളജി അവാർഡ്സ് 2020 ഫോർ കമേഴ്സ്യലൈസേഷൻ ഓഫ് ഇന്നൊവേറ്റീവ് ഇൻഡിജീനിയസ് ടെക്നോളജീസ്? നൂതന തദ്ദേശീയ സാങ്കേതിക വിദ്യകളുടെ വാണിജ്യവൽക്കരണത്തിനായി ദേശീയ സാങ്കേതിക അവാർഡ് 2020 എത്ര കമ്പനികളെ തിരഞ്ഞെടുത്തു? 12 കമ്പനീസ്. 3 കാറ്റഗറിയിലായിട്ട് ആണ് ഈ അവാർഡ് തിരഞ്ഞെടുത്തത്. ഇൻഡിജിനസ് ടെക്നോളജീസ്, MSME ആൻഡ് സ്റ്റാർട്ടപ്പ്. നാഷണൽ അവാർഡ് ഫോർ സക്സസ്ഫുൾ കമേഴ്സ്യലൈസേഷൻ ഓഫ് ഇൻഡിജിനസ് ടെക്നോളജീസിൽ 2 കമ്പനികളാണ്. എലാൻറ്റി സ്പെഷ്യൽ സ്റ്റീൽസ് ആൻഡ് ഹെവി ഫോർജിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് സൂറത്ത്, വിനാട്ടി ഓർഗാനിക്സ് ലിമിറ്റഡ് മുംബൈ. കാറ്റഗറി 2-ൽ നാഷണൽ അവാർഡ് ഫോർ MSME, മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് 4 കമ്പനികളും. കാറ്റഗറി 3 നാഷണൽ അവാർഡ് ഫോർ ടെക്നോളജി സ്റ്റാർട്ടപ്പ് UPSൽ 6 കമ്പനികളും. ഇങ്ങനെ 3 കാറ്റഗറിയിലാണ് അവാർഡിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. Which IIT will be showcasing its unique 75 toy creations in the first ever National Toy Fair, which starts on 27 February 2021? 2021 ഫെബ്രുവരി 27 ആരംഭിക്കുന്ന ആദ്യത്തെ ദേശീയ കളിപ്പാട്ട മേളയിൽ ഏത് IITയുടെ വ്യത്യസ്തമായിട്ടുള്ള 75 കളിപ്പാട്ട സൃഷ്ടികൾ പ്രദർശിപ്പിക്കും? IIT ഗാന്ധിനഗർ. 2021 ഫെബ്രുവരി 27 മുതൽ മാർച്ച് 2 വരെ നീണ്ടുനിൽക്കുന്ന രാജ്യത്തെ ആദ്യത്തെ നാഷണൽ ടോയ് ഫെയറിൽ IIT ഗാന്ധിനഗറിൻ്റെ 75 വ്യത്യസ്തമായിട്ടുള്ള ടോയ്സുകൾ പ്രദർശിപ്പിക്കും. ഇത് ആദ്യമായിട്ടാണ് ഒരു ടോയ് ഫെയർ കളിപ്പാട്ടമേള ഇന്ത്യയിൽ നടത്തുന്നത്. IIT ഗാന്ധിനഗർ ആണ് ഇന്ത്യയിലെ ഏക IIT ടോയ്സിൽ ക്രിയേറ്റിവിറ്റി തിങ്കിങ്ങിലേക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. At which IIT Prime Minister is inaugurating Dr. Shyama Prasad Mukherjee Institute of Medical Science and Research? ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ചിൻ്റെ ഉദ്ഘാടനം ഏത് IITയിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്? IIT ഖരഗ്പൂർ. 2021 ഫെബ്രുവരി 23 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് ഉദ്ഘാടനം ചെയ്യും. ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഖരഗ്പൂറും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും ഒരുമിച്ചാണ് ആരംഭിക്കുന്നത്. വിച്ച് റെയർ ബേർഡ് വാസ് ഡിക്ലെയർഡ് ദ ബേർഡ് ഓഫ് ദി ഡേ ഇൻ ദി ഇന്റർസ്റ്റേറ്റ് ചണ്ഡീഗഡ് റീജിയൻ ബേർഡ് റേസ് ഓൺ 21 ഫെബ്രുവരി 2021? 2021 ഫെബ്രുവരി 21 ഇന്റർസ്റ്റേറ്റ് ചണ്ഡീഗഡ് റീജിയൻ ബേർഡ് റേസിൽ ഏത് അപൂർവ പക്ഷിയെ ദ ബേർഡ് ഓഫ് ദി ഡേ ആയി പ്രഖ്യാപിച്ചു? നോർത്തേൺ ലാപ്പിംഗ്. 2021 ഫെബ്രുവരി 21 നടന്ന 6 മണിക്കൂർ കൊണ്ട് ഏറ്റവും കൂടുതൽ പക്ഷികളെ വാച്ച് ചെയ്യുന്ന ഈ മത്സരത്തിൽ ബേർഡ് ഓഫ് ദി ഡേ ആയിട്ട് അപൂർവ പക്ഷിയായിട്ടുള്ള നോർത്തേൺ ലാപ്പിംഗിനെ തിരഞ്ഞെടുത്തു. ഹൂ വൺ ദി ഓസ്ട്രേലിയൻ ഓപ്പൺ 2021 മെൻസ് ഡബിൾ ടൈറ്റിൽസ്? ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയതാര്? ഇവാൻ ഡോഡിച്ച്, ഫിലിപ്പ്
പൊലാസെക്. ക്രൊയേഷ്യൻ താരമായ ഇവാൻ ഡോഡിച്ചും സ്ലോവേക്യൻ താരമായ ഫിലിപ്പ് പൊലാസെക്കുമാണ് 2021 ഓസ്ട്രേലിയൻ ഓപ്പണിലെ മെൻസ് ഡബിൾ വിജയിച്ചത്. ഹൂ ആർ ദ വിന്നേഴ്സ് ഇൻ ദി മെൻസ് 10 കിലോമീറ്റർ റേസ് ഇൻ ദി 55th നാഷണൽ ക്രോസ് കൺട്രി ചാമ്പ്യൻഷിപ്പ്. 55ാമത്തെ ദേശീയ ക്രോസ് കൺട്രി ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 10 കിലോമീറ്റർ ഓട്ടത്തിൽ വിജയിച്ചത് ആരാണ്? പാരസപ്പ. കർണാടകയിലെ പാരസപ്പ മദേവപ്പ ഹജിലോൽ ആണ് 55ാമത്തെ നാഷണൽ ക്രോസ് കൺട്രി ചാമ്പ്യൻഷിപ്പിൽ മെൻസ് 10 കിലോമീറ്റർ റേസിൽ വിജയിച്ചത്. 31 മിനിറ്റും 13.21 സെക്കൻഡ് കൊണ്ടാണ് ഈ വിജയം കരസ്ഥമാക്കിയത്. വനിതകളുടെ മത്സരത്തിൽ സോണിക്ക, ഹരിയാനയിലെ സോണിക്കയാണ് വിജയിച്ചത് 37 മിനിറ്റും 9.53 സെക്കൻഡ് കൊണ്ട്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് ഏതൊരു എക്സാമിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.